നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾ സെപ്റ്റംബർ 2025 എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന CA ഫൗണ്ടേഷനോ ഫൈനലോ ഇൻ്റർവ്യൂ കുട്ടികളായിക്കോട്ടെ. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് ഇനിയും പഠിക്കാൻ, അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തുടങ്ങിയാൽ മതി, ഐ വിൽ ബി ഏബിൾ ടു കവർ ഇറ്റ് എന്നൊക്കെ? അങ്ങനെയാണെങ്കിൽ യു മസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. ഇനി എങ്ങനെ പഠിക്കണമെന്ന് എത്ര പ്ലാൻ ചെയ്തിട്ടും സെറ്റ് ആവുന്നില്ല, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുവാണോ? നിങ്ങൾ ഈ വീഡിയോ കണ്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ട്, എത്ര നമ്പർ ഓഫ് ഡേയ്സ് നിങ്ങളുടെ മുന്നിലുണ്ടോ, ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാം, യു ആർ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ് ടു ബി ഓൺ ദാറ്റ് ട്രാക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കൾ ഈ വീഡിയോ കണ്ട് സമയം കളയേണ്ട, യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ പ്ലാൻ ആൻഡ് ഡു ദാറ്റ്. അതില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 40 അഥവാ 55 ഡേയ്സസ് അത് എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ളതുമായിരിക്കും. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്സുകൾ കണ്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. സോ അവിടെ ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ ഇൻ്റർ ഫൈനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ 4 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്, അല്ലേ? പേപ്പർ 3 ആണെങ്കിലും ശരിക്കും നിങ്ങൾ 4 സബ്ജക്റ്റ് തന്നെ പഠിക്കണം. DT സെപ്പറേറ്റ്ലി തന്നെ കൺസിഡർ ചെയ്യണം. സഫിഷ്യൻറ്റ് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ യു ഹാവ് 8 പേപ്പേഴ്സ്. ഇനി ഫൈനൽ ആണെന്നുണ്ടെങ്കിൽ 3 അഥവാ 6. ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് സൊല്യൂഷൻസിന് ഒരു സെപ്പറേറ്റ് ഒരു പേപ്പറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പക്ഷേ ഒരു പേപ്പറിന് അത്രയും ടൈം അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 6 തന്നെ കൂട്ടാം. ഇനിയിപ്പം ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിലോ 4 പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സും കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും എത്ര നമ്പർ ഓഫ് ഡേയ്സ്? വളരെ കുറവാണ്, അല്ലേ? ഇപ്പോൾ 40 ദിവസം കൊണ്ട് 4 സബ്ജക്റ്റ് എനിക്ക് പഠിക്കാനുണ്ട്, സബ്ജക്റ്റിന് 10 ദിവസം അവൈലബിൾ ആണ്, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരു വലിയ മണ്ടൻ ഡിസിഷൻ അല്ലേ നിങ്ങൾ എടുക്കുന്നത്? ബിക്കോസ് ഈ 40 ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ റിവൈസ് ചെയ്തേ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേയ്സിനെ നിങ്ങൾ ഇനിയെങ്കിലും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക? 40 ദിവസം അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 28 ഡേയ്സ് നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി വെക്കാൻ പാടുള്ളൂ. ബാക്കി ഒരു 10 to 12 ഡേയ്സ് മിനിമം നിങ്ങൾ എന്തിനു വേണ്ടി വെക്കണം? റിവിഷന് വേണ്ടി വെച്ചിട്ടുണ്ടാവണം. ഫൗണ്ടേഷൻ കുട്ടികളാണെങ്കിലോ ഒരു 40 ഡേയ്സ് നിങ്ങൾക്ക് സ്റ്റഡീസിന് വേണ്ടി വെക്കാം. സെപ്റ്റംബറിൽ കിട്ടുന്ന 15 ഡേയ്സ് നിങ്ങൾ എന്തിനു വേണ്ടി വെക്കണം? റിവിഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം മേ ബി ഈ ഒരു സ്റ്റഡി പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾ പലരും പല സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുന്നത്. ചിലർ 80% ടോപ്പിക്സ് പഠിച്ച് കാണത്തുള്ളൂ, ചിലർ 90%, 100% ടോപ്പിക്സ് കഴിഞ്ഞ് റിവിഷൻ റെഡി ആവുന്നവരുണ്ടായിരിക്കും, ചിലർ 70%, ചിലർ 60% ആവത്തുള്ളൂ. ബട്ട് വാട്ട് എവർ കേസസ്, ഈ ഒരു സ്റ്റഡി പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ പഠിത്തം നിർത്തണം, എന്നിട്ട് നിങ്ങൾ റിവിഷനിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അവിടെ പ്രശ്നം വരാൻ പോകുന്നത് ഈ 60%, 70% മാത്രം സിലബസ് കവർ ചെയ്ത കുട്ടികളെ സംബന്ധിച്ച് ഓക്കെ, ഈ 60 സിലബസ് പഠിച്ചാൽ ഞാൻ എന്താണെങ്കിലും പാസ്സാവാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഈ 60 എന്നുള്ളത് 80 90 ആക്കുന്നതല്ലേ നല്ലത്? വൈ ഷുഡ് ഐ ഗോ ഫോർ എ റിവിഷൻ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നും. നാച്ചുറലാണ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ എന്തേലും പഠിച്ചാലും എക്സാമിൻ്റെ തലേ ദിവസം ആ 1.5 ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ്സുകൾ റിവൈസ് ചെയ്യാനും നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച പ്രോബ്ലങ്ങൾ അത് ചെയ്ത് നോക്കിയാലും മാത്രമല്ലേ നിങ്ങൾക്ക് എക്സാമിന് ഇതൊക്കെ ഓർത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബൾക്കി വോളിയം ഉള്ള ഏതൊരു എക്സാമിനേഷൻ്റെയും കേസിൽ ഇത് തന്നെയാണ് പ്രശ്നം. തലേ ദിവസം നോക്കിയില്ലെങ്കിൽ എക്സാമിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പ്രോബബിലിറ്റി കുറവായിരിക്കും എന്നുള്ളത്. സോ എന്ത് ചെയ്തിട്ടുണ്ടാവണം? തലേ ദിവസം നോക്കാൻ എടുക്കുന്ന സമയം കുറയ്ക്കണം. അത് പോസിബിൾ ആവുന്നത് റിവിഷൻ ചെയ്താൽ മാത്രമാണ്. നിങ്ങൾ എന്തേരം പഠിച്ചു എന്ന് പറഞ്ഞാലും എത്ര മെനക്കെട്ടിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളത് ഒന്നും കൂടെ പഠിക്കാൻ എടുക്കുന്ന സമയം, റിവിഷൻ വരുന്ന സമയം അത് കുറവായിരിക്കും. 10 hours പഠിച്ച സാധനം നിങ്ങൾക്ക് 4 hours കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത റിവിഷൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത് 1 hour അല്ലെങ്കിൽ 1.5 hour കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഈ എക്സാമിൻ്റെ തലേ ദിവസം വരെ കുറേ നേരം വരുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചെങ്കിൽ പോലും അതിൻ്റെ റിവിഷൻ എടുക്കുന്ന ടൈം കൂടുതൽ തന്നെ ആയിരിക്കും നിങ്ങളത് ഫസ്റ്റ് ടൈം റിവിഷൻ ആണെന്നുണ്ടെങ്കിൽ. സോ യു മസ്റ്റ് ഡു എ റിവിഷൻ ഇൻ ബിറ്റ്വീൻ. നിങ്ങൾ അത്രയും നാൾ പഠിക്കുന്നു, ഒരു റിവിഷൻ ചെയ്യുന്നു, ദെൻ എക്സാമിൻ്റെ തലേ ദിവസം 1.5 ദിവസം നിങ്ങൾ രണ്ടാമത്തെ ലെവൽ ഓഫ് റിവിഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അത്രയും നാൾ പഠിച്ച് തന്നെ റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് പറ്റത്തില്ല. മൈൻഡ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ 60% പഠിച്ചിട്ട് ഞാനിത് റിവിഷന് പോയിട്ട് എന്ത് ചെയ്യും, ബാക്കി പഠിക്കാതെ ഞാൻ പാസ് ആവില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, 100% പഠിച്ച ഒരാൾക്ക് നമ്മളിവിടെ പ്ലാൻ ചെയ്ത പോലെ ഒരു 4 ദിവസമാണ് റിവിഷന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 60% പഠിച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ 2 ദിവസം പോരെ? അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച 60 ആണെങ്കിൽ ആ 60 നിങ്ങൾ പഠിക്കുന്നു, 2 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച അത്രയും റിവൈസ് ചെയ്യുന്നു, നിങ്ങൾക്ക് 2 ദിവസം എക്സ്ട്രാ ഇല്ലേ? ആ 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? ഈ പെർസെൻറ്റേജ് കൂട്ടാൻ നോക്കിക്കോ. അഡീഷണൽ ടോപ്പിക്സോ ചാപ്റ്റേഴ്സോ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോ.
ഇത് എക്സാമിൻ്റെ ഇടയ്ക്കുള്ള 1.5 ദിവസത്തെ അഡീഷണൽ ടോപ്പിക് എടുക്കാനല്ല പറയുന്നത്. എക്സാമിന് മുന്നേ തന്നെ, എക്സാം തുടങ്ങുന്ന ആ മന്തിന് മുന്നേ തന്നെ ലാസ്റ്റത്തെ 10-12 ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചാൽ യു ക്യാൻ ഡു ദിസ്. സോ റിവിഷൻ ഈസ് മസ്റ്റ്. അത് സ്കിപ്പ് ചെയ്യരുത്. 50-40% പഠിച്ചവർ പോലും അതുവരെ പഠിച്ചത് റിവൈസ് ചെയ്ത് തറവാക്കി സേഫ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, പുതിയ ടോപ്പിക്കുകൾ എടുക്കുക റിവിഷൻ ടൈമിൽ. ഓക്കെ, റിവിഷൻ ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ അതുവരെയുള്ള RTPs നോക്കണം, MDPs നോക്കണം, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ചെയ്യുന്നില്ലേ MDPs, അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതുകൂടാതെ നിങ്ങൾ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ടഫായിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച ഏരിയാസ് ഉണ്ടാകും, അതൊക്കെ സോൾവ് ചെയ്ത് നോക്കണം. അതൊരു തിങ് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ഫൈൻഡിങ് എക്സ്ക്യൂസസ്. ലാസ്റ്റ് 1 വീക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഫ്രീ ആയിരുന്നു. എനിവേ നിങ്ങൾക്ക് ഈ സമയത്ത് ഭാരപ്പെട്ട ജോലികളൊന്നും ആരും തരാൻ പോകുന്നില്ല. നിങ്ങൾ മോസ്റ്റ്ലി ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾ കറക്റ്റ് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അവിടെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും എക്സ്ക്യൂസസ്. എന്തായിരുന്നു? ഒന്നെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് ടയേർഡ് ആയിരുന്നുള്ളതായിരിക്കും. എന്നിട്ട് ഒരു 6 hours വൈകിട്ട് വേണമെങ്കിൽ കണ്ടെത്തായിരുന്നു. പക്ഷേ ഐ വാസ് ടയേർഡ്, കറണ്ട് ഇല്ലായിരുന്നു, ചൂടായിരുന്നു, സ്റ്റഡി പ്ലാനോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു, കിട്ടിയില്ല, റെക്കോർഡിങ്സ് അവൈലബിൾ ആവേണ്ടതായിരുന്നു, എന്തോ ഗ്ലിച്ചാണ്, റെക്കോർഡിങ്സ് കാണാൻ പറ്റുന്നില്ല, യൂട്യൂബിൽ ആ സെഷൻ കാണാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഡേറ്റ തീർന്നു പോയി. അല്ലേ? ഇതിൻ്റെയൊക്കെ പേരാണ് എന്ത്? എക്സ്ക്യൂസസ്. ഇതൊന്നും അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള റീസൺസ് ഒരുപാട് പേർക്ക് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. ലാസ്റ്റ് 1 വീക്കിൽ അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ സെഷൻ കാണുന്നത് വരെ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം സാഹചര്യവും ഉണ്ടായിരുന്നു. ബട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് അതിന് കാരണങ്ങളുണ്ട്. അതെന്ത് വലിയ റീസണും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പനിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ യു സ്റ്റിക്ക് ഓൺ ദാറ്റ് എക്സ്ക്യൂസസ്. ആ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചിക്കൻ ബോക്സ് വന്ന് ബെഡിൽ കിടന്ന് പഠിച്ച് പാസ്സായ കുട്ടികൾ വരെയുണ്ട്. അവർക്കും അതൊരു എക്സ്ക്യൂസ് ആയിരുന്നു. പാസ്സായ ഏതൊരു ആളുടെ ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിയോ, എക്സ്ക്യൂസസിൻ്റെ ഒക്കെ നടുവിൽ ഇപ്പോൾ പറയുവാണെങ്കിൽ സോഷ്യൽ മീഡിയാസിൻ്റെയൊക്കെ പ്രലോഭനങ്ങൾ, ഐ വാസ് അഡിക്റ്റഡ് ടു സം സോഷ്യൽ മീഡിയാസ്, ഗെയിംസ്, ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് വരെ പറയുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാ പോസിബിലിറ്റീസും പാസ്സാവുന്ന കുട്ടികളുടെയും ഫ്രണ്ടിലുള്ളതാണ്. അവരൊന്നും ഹ്യൂമൻ ബീങ്സ് അല്ലാത്തവരൊന്നും അല്ലല്ലോ ഈ അസുഖങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അവരെല്ലാം ഈ എക്സ്ക്യൂസസിൻ്റെ ഇടയിൽ കിടന്ന് തന്നെയാണ് അതിനെ കണ്ടില്ല എന്ന് വെച്ച് കോമ്പീറ്റ് ചെയ്ത് പാസ്സായിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. പ്രശ്നങ്ങൾ ഉണ്ടാകും, പഠിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എക്സ്ക്യൂസസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത്, എക്സ്ക്യൂസസ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പം നിങ്ങൾ ട്രൈങ് ടു കൺവിൻസ് അതർ വൈ ഐ ആം നോട്ട് ഫെയിലിംഗ് ദിസ് ടൈം, വൈ ഐ ആം നോട്ട് ഏബിൾ ടു സ്റ്റഡി ദിസ് ടൈം. ഇതിന് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള എക്സ്പ്ലനേഷനാണ് നിങ്ങൾ കണ്ടെത്തുന്നത്. ശരിക്കും നിങ്ങൾ ആരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പാസ്സാകും അല്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ പഠിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് 3 months 4 months ആണ്, ഗ്രാജുവലി അത് ഇയേഴ്സ് ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കരുത്. നിങ്ങൾ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കുക, എന്ത് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? ഒരു ഉപകാരമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടൈം തന്നെ അതിനൊക്കെ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഇറ്റ്സ് യുവർ ലൈഫ്. അപ്പം സ്റ്റോപ്പ് ഫൈൻഡിങ് എക്സ്ക്യൂസസ്. ഇനി എത്ര വലിയ എക്സ്ക്യൂസസ് ആണെങ്കിലും അതവിടെ ഉള്ളപ്പം അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ രാവിലെ കിടന്നുണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് കൂടുതൽ സമയം ഇരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഉറക്കപ്പിച്ചായിരുന്നു, ഒരു വിധത്തിലും ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രോബ്ലം പേപ്പർ എടുത്ത് സോൾവ് ചെയ്തോ. പനിയാണെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നില്ല, ഭയങ്കര ഷിവറിംഗ് ആണെന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്, നിങ്ങളുടെ വർക്കാകും, അത് കേട്ട് നോക്കിക്കോ. ഫാക്കൽറ്റീസിൻ്റെയൊക്കെ മേക്ക് ഷുവർ യു ആർ മേക്കിംഗ് ടൈം പ്രൊഡക്റ്റീവ്. അപ്പോൾ മേ ബി ഒരു പോഡ്കാസ്റ്റൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഓക്കെ ഞാൻ ഡൂയിങ് സംതിങ്. പക്ഷെ അതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് ഇപ്പം ഒരു നോർമൽ ഡേയിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു ദിവസം നിങ്ങളിങ്ങനെ പാസീവ്ലി എന്തൊക്കെയോ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എവറി ഡേ യു മസ്റ്റ് ഹാവ് എ ടാർഗറ്റ്. ഇന്ന് ഞാൻ ക്രാക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നതായിരിക്കും. അതിപ്പോൾ ഇന്ന സബ്ജക്റ്റിൻ്റെ ഇന്ന ചാപ്റ്റർ ഇന്നതാവണമെന്നില്ല. നിങ്ങൾക്ക് മൊത്തം ഇത്ര നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് ദിസ് ഡേ അത് ഏത് സബ്ജക്റ്റിൽ നിന്നാണെങ്കിലും 4 ചാപ്റ്റർ അല്ലെങ്കിൽ 5 ചാപ്റ്റർ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടാകും, നോ മാറ്റർ വാട്ട്. ആ ഒരു ഡിസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്ലാനും ഉണ്ടാവണം. ഇന്നലെ ഞാൻ ചെയ്തത് എത്രത്തോളം ഉണ്ടെന്നുള്ള അസസ്മെൻറ്റും ഉണ്ടായിരിക്കണം. ശരിക്കും നിങ്ങൾ യു മസ്റ്റ് സ്റ്റോപ്പ് കമ്പയറിങ് വിത്ത് അതേഴ്സ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അവന് സാഹചര്യമുണ്ട്, അവൻ ചിലപ്പം പുതിയ റെക്കോർഡഡ് ക്ലാസ്, ഓൾറെഡി അവനിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞു, അവനടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവൻ അല്ലെങ്കിൽ AC ഉണ്ടാകും നിങ്ങളുടെ വീട്ടിൽ ചൂടാവുന്ന സമയത്ത്, അല്ലെ നിങ്ങളുടെ വീട്ടിൽ കണ്ടില്ലാത്ത സമയത്ത് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ സാഹചര്യങ്ങളും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളെക്കാളും പുവർ ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വന്ന് പാസ്സാവുന്ന എത്രയോ കുട്ടികളുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ സ്റ്റോപ്പ് കമ്പയറിങ് വിത്ത് അതേഴ്സ്. അവൻ 60% പഠിച്ചു, അവൻ 100% ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സ്റ്റോപ്പ് കമ്പയറിങ് ഓൾ ദോസ് തിങ്സ്. ഇന്നലത്തെ നിങ്ങളെക്കാളും ബെറ്റർ ആവാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കാളും ബെറ്റർ ആവാനോ അവരെക്കാളും ബെറ്റർ സാഹചര്യത്തിൽ ജനിക്കാനോ ഒന്നും ഇനി നിങ്ങൾക്ക് പറ്റില്ല.
ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇന്നലത്തെ നിങ്ങളെക്കാളും ബെറ്റർ ആവാൻ നിങ്ങൾക്ക് പറ്റും. അതിന് നിങ്ങൾ ശരിക്കും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, അല്ലേ? ഇന്നലെ നിങ്ങൾ 4 hours പഠിച്ചു എന്നുള്ളതല്ല, ഇന്നലെ നിങ്ങൾ 4 ചാപ്റ്റർ തീർത്തെങ്കിൽ ഇന്ന് ആ 4 അല്ലെങ്കിൽ 5 ചാപ്റ്റേഴ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള ഡെഡിക്കേഷൻസും അതിനുള്ള പ്ലാനും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇന്നലെ 5 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവിടൊക്കെയാണ് നിങ്ങളുടെ ഫെയിലിയേഴ്സ് നിങ്ങൾക്ക് കൂടെ വരുന്നുണ്ടാവുക. സോ വാട്ട് എവർ കേസസ് യു മസ്റ്റ് ട്രൈ ടു ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേസ് യു. ആ രീതിയിൽ ട്രൈ ചെയ്തു പോവുക. സ്റ്റോപ്പ് കമ്പയറിങ്, സ്റ്റോപ്പ് ഫൈൻഡിങ് എക്സ്ക്യൂസസ്, പ്ലാൻ യുവർ നെക്സ്റ്റ് 40 or 55 days. അത് നിങ്ങൾ തറോലി പ്ലാൻഡ് ആയിരിക്കണം. അതിനുള്ളിൽ റിവിഷൻ ടൈം ഉണ്ടായിരിക്കണം. എക്സാമിൻ്റെ ഡേ ബിഫോർ ഈ ഒരു 40 ദിവസത്തിനിടയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ എക്സാമിൻ്റെ തലേ ദിവസമുള്ള 1.5 ദിവസം എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പക്കായിട്ടൊരു പ്ലാൻ വേണം. അതിൽ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം മാർക്ക് ചെയ്യണം. അന്നേരം വരുന്ന ബുക്ക് മൊത്തം തപ്പി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണോ? അല്ല. ഇപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ 10 പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലം ഒരെണ്ണമായിരിക്കും. ആ പ്രോബ്ലം മാർക്ക് ചെയ്തോ, ഡേ ബിഫോർ എക്സാമിനേഷൻ നോക്കാനുള്ളത് ആ ബുക്കിൻ്റെ അവിടെ ഒന്ന് മടക്കി വെച്ചോ, അല്ലേ? അപ്പം നിങ്ങളുടെ പ്ലാൻ മൊത്തം ഡേ ബിഫോർ എക്സാം അല്ലെങ്കിൽ 1.5 day ബിഫോർ എക്സാം ഈ പഠിച്ച സാധനങ്ങളെല്ലാം എനിക്കൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ എല്ലാ ചാപ്റ്ററിലും ഏതൊക്കെ ഏരിയാസിൽ എനിക്ക് എത്തണം, A to Z എത്തൂല. അപ്പോൾ അത് ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ ഇപ്പോഴേ മാർക്ക് ചെയ്യണം. അതെവിടെയാണെന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. RTP MDP പ്രീവിയസ് ഇയർ ആണ് നോക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കി വെക്കണം. ഓക്കെ, ഈസി ആയിട്ടുള്ള പോർഷൻസിലേക്ക് ആ സമയത്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഈ സമയത്ത് എടുക്കേണ്ട ആവശ്യമേ നിങ്ങൾക്കില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് നോക്കാതിരിക്കാനും എന്ത് നോക്കണം എന്നുള്ള കാര്യത്തിലും ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ പ്ലാൻ യുവർ എക്സാം ബിക്കോസ് യു ആർ പ്ലാനിങ് യുവർ ലൈഫ്. സ്റ്റുപ്പിഡ് എക്സ്ക്യൂസസും കമ്പാരിസൺസും ഒക്കെ കാരണം നിങ്ങൾ അത് വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. 4 months പ്രഷ്യസ് ആണ്. ഇതേ ഹാബിറ്റ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 4 months എന്നുള്ളത് ഇയേഴ്സ് ആയിട്ട് പോകും. അതിൽ അനുവദിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഇനിയിപ്പോൾ 4 മാസം മെനക്കെട്ടിരുന്ന ബാക്കി ഒന്നുമില്ല, 4 മാസമല്ല 40 ദിവസം 50 ദിവസം അത് മെനക്കെട്ടിരുന്ന വേറെ ഒന്നുമില്ലാതെ പഠിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് 40 ദിവസം മെനക്കെട്ട ഒരു 5-6 മാസം പിന്നെ എന്ത് സമാധാനം നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടാവുക? ഈ ഒരു പ്രശ്നവും ഇതെല്ലാം അങ്ങ് തീരും. ഇതോടുകൂടി അത് അങ്ങ് അവസാനിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പും കൂടി ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അടുത്ത തവണ പഠിക്കാൻ പറ്റും. ഇതേ സാധനം പിന്നെ അടുത്ത തവണ ഇനി 40 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ പഠിക്കുന്ന അവസ്ഥ ഓർത്ത് നോക്കിയേ. എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പൊട്ടുക, പിന്നെയും പഠിക്കാൻ തുടങ്ങണ്ടേ. ബെറ്റർ ഈ 40 ദിവസം അങ്ങ് മരിച്ചു കിടന്ന് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹോബീസിനും കാര്യങ്ങൾക്കൊക്കെ വളരെ മിനിമൽ ടൈം മാറ്റി വയ്ക്കുക. ചെയ്യാൻ പറ്റുന്ന ലെവൽ ബെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ 40 ദിവസം കൊണ്ട് പഠിച്ചു. അത് ഇനി നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാന്നേ. ഓൾ ദി ബെസ്റ്റ്.